ഓൾറെഡി ഓൺലൈനിൽ ലീക്ക് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ തോറിൻ്റെ ഡൂംസ്ഡേയിൽ കാണിക്കാൻ പോകുന്ന തോറിൻ്റെ ആ ട്രെയിലർ ഇപ്പോൾ ഒഫീഷ്യലി ആയിട്ട് തന്നെ യൂട്യൂബിൽ റിലീസ് ആയിട്ടുണ്ട്. പക്ഷേ ഓൾറെഡി ലീക്ക് ആയിട്ടുണ്ടായിരുന്ന ആ ട്രെയിലറിലുണ്ടായിരുന്ന ഡിസ്ക്രിപ്ഷനും ഇപ്പോൾ ഈ ട്രെയിലറിൽ വന്നിരിക്കുന്ന കുറച്ച് ഡയലോഗ്സൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. എന്നാലും സെയിം അതേ സാധനം തന്നെയാണ്. ആക്ച്വലി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലീക്ക് അനുസരിച്ച് ഡിസ്നി ഓൾമോസ്റ്റ് 30+ ട്രെയിലർ കട്ട്സ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതിന് മുമ്പ് നമുക്ക് ലീക്കായിട്ടുണ്ടായിരുന്നത് അത് ഓൾറെഡി ഫേക്ക് ഒന്നല്ല. ഇതിന് മുമ്പ് അവതാർ ഫയർ ആൻഡ് ആഷിൻ്റെ കൂടെ പുറത്തെ തിയേറ്ററിൽ ഓൾറെഡി ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ സാധനം തന്നെയാണ്. പക്ഷേ യൂട്യൂബിലേക്ക് വന്നപ്പോൾ അത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയെന്നേ ഉള്ളൂ. കാരണം ഇപ്പം ഇങ്ങനെ പറയാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും തേർഡ് ട്രെയിലറായിട്ട് വരേണ്ടിയിരുന്നത് നമ്മുടെ അവഞ്ചേഴ്സിൻ്റെയും ഫോർത്തായിട്ട് നമ്മുടെ ഡൂമിനെ കാണിച്ചുകൊണ്ടുള്ള ഒരു ട്രെയിലറാണ് വരേണ്ടത്. പക്ഷേ ഈ ലീക്ക് ആവുന്നൊക്കെ അനുസരിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ DC തേർഡ് ട്രെയിലറായിട്ട് എക്സ്മെൻ്റെ ആണ് വിട്ടത്. മാത്രമല്ല ഇനി ഫോർത്തായിട്ട് നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ ആണോ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഡൂമിൻ്റെ ആണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും അത് ഇറങ്ങും പറയാലോ. ഇനിയിപ്പോൾ എന്തായാലും അടുത്തൊരു വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും അടുത്ത നമ്മുടെ എക്സ്പാൻസിൻ്റെ ആ ലീക്കായിട്ടുള്ള ട്രെയിലർ HD ആയിട്ട് ഇറങ്ങും. അതിൻ്റെ അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഡൂമിൻ്റെയോ അല്ലെങ്കിൽ അടുത്ത എന്താണോ ട്രെയിലർ അത് ലീക്കാവും. അങ്ങനെ അതും അടുത്ത ദിവസം തന്നെ ഇറങ്ങും. സോ അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ഇതിന് മുമ്പ് ഓൾറെഡി ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതായത് സീക്രട്ട് വാർസിൽ നമ്മുടെ തോറിനെ കൊല്ലാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ ഡൂംസ്ഡേയിൽ തോറിനെ കൊല്ലാൻ വേണ്ടി പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അതിനനുസരിച്ചുള്ള ചില കൺഫർമേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ സീക്രട്ട് വാർസും ഡൂംസ്ഡേ ഒക്കെ ആണെങ്കിലും ഇത് കോമിക്കിൽ നമ്മുടെ തോറിന് എന്താണ് ബന്ധം, തോർ എങ്ങനെയാണ് മരിക്കുന്നത്, അല്ലെങ്കിൽ തോറിന് അതിൽ എന്താണൊക്കെ റോൾ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് പോവാം, വീഡിയോയിലേക്ക് പോവാം. ഈ ട്രെയിലറിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അതായത് ഇൻഫിനിറ്റി വാറിൽ ഏത് ലുക്കിലായിരുന്നു നമ്മുടെ തോർ ഉണ്ടായത് അതേപോലെ ലുക്കിൽ പുള്ളി മുട്ടുകുത്തി നിന്നിട്ട് പ്രാർത്ഥിക്കുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അത് പുള്ളിയുടെ തന്തപ്പടിനോട്, അതും സ്ട്രോം ബ്രേക്കർ വെച്ചുകൊണ്ട്. ആക്ച്വലി മിയോളർ ഇവിടെ, കാരണം നമ്മുടെ സ്ട്രോം ബ്രേക്കർ ലവ് യൂസ് ചെയ്യുന്ന പോലെയും നമ്മുടെ തോർ മിയോളർ യൂസ് ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത്. കാരണം മിയോളർ തവിടുപൊടി ആയെങ്കിലും അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള പോലെയാണ് കാണിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ആ ലവിന് ആ മിയോളർ പൊക്കാൻ മാത്രം വെർത്തിനെസ് ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മുടെ തോർ ആ സ്ട്രോം ബ്രേക്കർ ലവിന് കൊടുത്തതും പുള്ളി തന്നെ ആ മിയോളർ യൂസ് ചെയ്യുന്നതും. സോ അങ്ങനെയുള്ള ആ സ്ട്രോം ബ്രേക്കറാണ് ഇപ്പോൾ നമ്മുടെ തോറിൻ്റെ കയ്യിലുള്ളത്. മാത്രമല്ല പുള്ളിയുടെ മുടിയൊക്കെ വെട്ടിയിരിക്കുകയാണ് പുള്ളി. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഗസ് ചെയ്തിട്ടുള്ള പോലെ ലവിന് എന്തോ പറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ശരിക്കും നമ്മുടെ ഡൂം ഒരു പിള്ളേരെപ്പെടുത്തക്കാരനെ തന്നെയാണോ എന്നാണ് തോന്നുന്നത്. കാരണം ഡൂം ഈ ലവിനെ കടത്തിക്കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ തോറ് ഒരുമാതിരി തോറ്റ് കരഞ്ഞ് കണ്ണീര് വിട്ട പോലെയാണ് അവിടെ വന്ന് നിൽക്കുന്നത് തന്നെ. അങ്ങനെ പുള്ളി പുട്ടുകുത്തിയിട്ട്, അതായത് ഒരു ഗോഡ് തന്നെ പുള്ളിയുടെ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അത് ഒരുപാട് യുദ്ധങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ട്, ഇതുവരെ ഒന്നിനും ഞാൻ ആൻസർ ചെയ്യാതിരുന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ വിധി ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വാർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് എൻ്റെ ലവിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട്. ഇനിയാണ് നമ്മുടെ തിയറിയിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അതായത് കുറച്ച് മുമ്പ് തന്നെ ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ റൂസോ ബ്രദേഴ്സ് തോറിൻ്റെ സ്റ്റോറി ഈ സീക്രട്ട് വാർസോട് കൂടിയിട്ട് എൻഡ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ട്. തോറെന്ന് പറയുമ്പോൾ നമ്മുടെ സംസവത്തിൻ്റെ തോറിൻ്റെ സ്റ്റോറി, അതായത് മൊത്തം സീക്രട്ട് വാർസിന് ശേഷം റീബൂട്ട് ചെയ്ത് എല്ലാ പുതിയ ഹീറോസിനെ കൊണ്ടുവന്നിട്ടാണ് കോമിക്സിൽ ഓൾറെഡി എന്തായാലും കഥ നടക്കുന്നത്. ചിലപ്പോൾ അതേ ഒരു രീതിയായിരിക്കും ഈ പടത്തിലും കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിട്ടുള്ള ഫേസ് 1 തൊട്ട് തന്നെയുള്ള ഒരു ഹീറോ ആണ് നമ്മുടെ തോർ. സോ ആ തോറിനെ റീബൂട്ട് ചെയ്യാൻ ടൈമായിട്ടുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ പുള്ളിനെ തട്ടിക്കളയാനായിരിക്കും പ്ലാൻ. ഇനി പുള്ളിനെ എങ്ങനെ തട്ടിക്കളയാം? ഓൾറെഡി നമ്മുടെ ഡൂം ഇപ്പോൾ ഒരു പിള്ളേരപ്പെടുത്തക്കാരനാണെന്നുള്ള ഒരു ശൈലിക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഓൾറെഡി കുറേ കൊച്ചുങ്ങളെ കാണിച്ചു. ഇപ്പോൾ നമ്മുടെ തോറിനും ലവിനെ ഏതാണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്ന രീതിയിലാണ് ഈ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത്. ഈ ലവ് എന്ന് പറയുന്നത് സാധാരണ ഒരു കൊച്ചല്ല, കാരണം എറ്റേണിറ്റിയുടെ ഒരു ഭാഗമാണ് ഈ കൊച്ച്. സോ ആ കൊച്ചെന്തായാലും ഒരു എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് ഉള്ള ഒരു സാധനമായിരിക്കും. സോ ആ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാവുന്നെങ്കിൽ ചാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പുള്ളി ഒരു ഫൈറ്റിന് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് കോമിക്സിലേക്ക് വരികയാണെങ്കിൽ സീക്രട്ട് വാർസ് എന്ന് പറയുന്ന കോമിക് നടക്കുന്നതിന്, ആ ഇവൻറ്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ദ റോഡ് ടു സീക്രട്ട് വാർസ് എന്ന് പറഞ്ഞിട്ട് അവഞ്ചേഴ്സ് ടൈംസ് റൺ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമിക്കുണ്ട്. ആക്ച്വലി ആ ഒരു കോമിക്കിലാണ് ശരിക്കും നമ്മുടെ ഹീറോസ് ഈ സീക്രട്ട് വാർസ് ഈ ബിയോണ്ടേഴ്സ് നമ്മുടെ ഈ വേൾഡിനെ എങ്ങനെ ടേക്ക് ഓവർ ചെയ്യുന്നു, എങ്ങനെ നശിപ്പിക്കുന്നു എന്നൊക്കെ എങ്ങനെ കണ്ടുപിടിച്ച് അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു, അതിൽ നമ്മുടെ ഡൂം മോളിക്യൂൾ മാനെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ആ സ്റ്റോറിയൊക്കെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഹീറോസൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു നമ്മുടെ ഈ ബിയോണ്ടേഴ്സ് എങ്ങനെ വരുന്നു, അവരാണ് ഈ വേൾഡിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവരെ തടുക്കാൻ വേണ്ടിയിട്ട് 2 പേര് പോവും. അതായത് ഓൾമോസ്റ്റ് ഹീറോസൊക്കെ തോറ്റു കഴിഞ്ഞു. അങ്ങനെ 2 പവർഫുൾ ബീയിങ്സ് പോവും. വേറെ ആരുമല്ല, നമ്മുടെ തോറും പിന്നെ ഹൈപ്പീരിയനും. തോർ വെറുതെ അല്ല പോകുന്നത്, പുള്ളിയുടെ സ്ട്രോം ബ്രേക്കറും പിന്നെ പുള്ളിയുടെ മ്യോളറും എടുത്തുകൊണ്ടാണ് പോകുന്നത്. ആക്ച്വലി ആ സ്റ്റോറിയിൽ ഓൾറെഡി നമ്മുടെ തോറിൻ്റെ ഒരു കൈയൊക്കെ പോയിട്ടുണ്ടാവും ആ മാൻഗോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ മ്യോളറായിട്ടുള്ള ഒരു ഫൈറ്റൊക്കെ ആയിട്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടിട്ട് വന്നേക്കാം. അതിന് ശേഷമാണ് നമ്മുടെ തോർ വീണ്ടും ഈ ബിയോണ്ടേഴ്സുമായിട്ടുള്ള ഫൈറ്റിന് പോകുന്നത്. ആ ഫൈറ്റിൽ ഈ ബിയോണ്ടേഴ്സ് വീണ്ടും നമ്മുടെ തോറിൻ്റെ മറ്റേ കൈ പറിച്ചെറിയും. അത്രയ്ക്കും സൂപ്പർ പവേർഡ് ബീയിങ് ആണ് ഈ ബിയോണ്ടേഴ്സ്. അപ്പോഴും ആ ഒറ്റക്കൈ പോയിട്ടുള്ള നമ്മുടെ തോറ് മ്യോളർ എടുത്തിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ അപ്പോഴാണ് വീണ്ടും നമ്മുടെ തോർ അൺവർത്തിയായി മാറുന്നത്. അതായത് പുള്ളി പൊക്കാൻ നോക്കും ആ ഒറ്റക്കൈയിൽ, പക്ഷെ മ്യോളർ പൊങ്ങത്തില്ല. അപ്പോൾ തന്നെ നമ്മുടെ തോറും ചിരിച്ചുകൊണ്ട് മരിക്കാൻ പോവാണല്ലേ, എന്നാൽ പിന്നെ വൃത്തിയായിട്ട് മരിക്കണ്ട, എൻ്റെ അച്ഛൻ്റെ മകനായിട്ട് മരിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ സ്ട്രോം ബ്രേക്കറും എടുത്തുകൊണ്ട് പറന്നു പോകും ആ ബിയോണ്ടസിന് നേരെ.
ഇപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയല്ലേ, ഐ മീൻ യൂണിവേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ പുള്ളി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്താ പുള്ളി അപ്പം അൺവർത്തിയായിട്ട് മാറിയെന്ന്. ഒരു പക്ഷേ ആ ഫൈറ്റിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ തോർ മരിക്കുന്ന ഓൾറെഡി മ്യോൾണറിന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം മ്യോൾണറിന് സ്ട്രോം ബ്രേക്കറിനൊക്കെ ഓൾറെഡി ഒരു കോൺഷ്യസ്നസ് ഉള്ള പോലെ തന്നെ കാണിച്ചിട്ടുണ്ടാവും. സോ നമ്മുടെ തോർ ഈ ഫൈറ്റിന് പോയി കഴിഞ്ഞാൽ എന്തായാലും മരിക്കുന്ന അറിയാവുന്നതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ മ്യോൾണർ പൊങ്ങാഞ്ഞത്. അങ്ങനെ പിന്നെ എന്താ, തോറും ഹൈപ്പീരിയനും രണ്ടുപേരും കൂടി ഒറ്റ കൈയും വെച്ചുകൊണ്ട് ബിയോണ്ടസിനെ ഫൈറ്റ് ചെയ്യാൻ പോകും. ജയിക്കത്തില്ല, തോക്കും. രണ്ടുപേരും പീസായി പോകും. ഇങ്ങനെയാണ് കോമിക്സിൽ, ഐ മീൻ സീക്രട്ട് വാർസിൽ നമ്മുടെ തോറിൻ്റെ അവസാനം, ഐ മീൻ തോർ മരിക്കുന്നത്. ഇനി ഇതുപോലൊരു അഡാപ്റ്റേഷൻ ആയിരിക്കും ചിലപ്പോൾ ഡൂംസ്ഡേയിലോ സീക്രട്ട് വാർസിലോ വരാൻ വേണ്ടി പോകുന്നത്. അതായത് ബാക്കിയുള്ളവരൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ തോറ് സാക്രിഫൈസ് ചെയ്യുന്ന പോലെ ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. ഇപ്പോൾ ഇതിന് മുമ്പ് നമ്മുടെ അയൺമാൻ സാക്രിഫൈസ് ചെയ്ത പോലെ ഡൂമിനെ എതിർക്കാനോ അല്ലെങ്കിൽ കൊല്ലാനോ വേണ്ടിയിട്ട് തോർ സാക്രിഫൈസ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് പുള്ളിയുടെ സ്റ്റോറി എൻഡ് ചെയ്യിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ തോർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തോറില്ലേ, തോറായിട്ട് വേറെ ആൾക്കാരൊന്നും വരത്തില്ല എന്നൊക്കെ നിങ്ങൾ ആലോചിക്കും. പക്ഷേ ഓൾറെഡി കോമിക്സിൽ തന്നെ സീക്രട്ട് വാർസ്, അതായത് ഈ മൊത്തം ടൈം റൺസ് ഔട്ട് എന്ന് പറഞ്ഞുള്ള സ്റ്റോറി തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഡൂം, ഐ മീൻ ബിയോണ്ടേഴ്സിനെ ഇല്ലാതാക്കിയിട്ട് ഡൂം അവരുടെ പവേഴ്സ് എടുത്തതിന് ശേഷം പുള്ളി ബാറ്റിൽ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യും. അതിൽ നമ്മുടെ ഡൂം തന്നെ തോറിൻ്റെ ഒരു ആർമീനെ തന്നെ ക്രിയേറ്റ് ചെയ്യും. കാരണം ആ ബാറ്റിൽ വേൾഡ് എന്ന് പറയുന്നത് മൾട്ടിവേഴ്സിൻ്റെ ഒരുപാട് ചിന്നിച്ചിതറിയ ഭാഗങ്ങളിൽ നിന്ന് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തതാണ് ഡൂം. അതിൽ തോറിൻ്റെ തന്നെ പല വെർഷൻസ് ഉണ്ടാവും. തോറിനെയൊക്കെ ഒരു പോലീസ് ഫോഴ്സിനെ പോലെ തോർ കോപ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഡൂം അവിടെ നടത്തിക്കൊണ്ട് വന്നത്. അതായത് മെയിൻ വെർഷൻ ഓഫ് തോർ അല്ല, തോറിൻ്റെ തന്നെ മൾട്ടിവേഴ്സിലുള്ള വേറെ വേരിയൻസ്. സോ ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ സീക്രട്ട് വാർസിന് ശേഷം നടക്കാൻ വേണ്ടി പോകുന്നു. കാരണം സീക്രട്ട് വാർസിന് ശേഷം നമ്മുടെ ഒട്ടുമിക്ക എല്ലാ ഹീറോസിൻ്റെയും എൻഡിങ് ആയിരിക്കും. കാരണം അതിനുശേഷം പുതിയ ഫ്രഷ് ആയിട്ടുള്ളൊരു വേൾഡ് തുടങ്ങി, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളൊരു സ്റ്റോറി തുടങ്ങിയിട്ട് വേറെ വേറെ ക്യാരക്ടേഴ്സിനെ ആ മാൻഡിൽ എടുക്കുന്ന പോലെ ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. ചിലപ്പോൾ പുതിയ അയൺമാനായിട്ട് പുതിയ ആൾ വരും, പുതിയ സ്പൈഡർമാൻ വരും, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും നമ്മുടെ തോറിൻ്റെ എൻഡിങ് ഐ മീൻ MCUവിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ജസ്റ്റ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റൂമേഴ്സൊക്കെ അനുസരിച്ച് വെച്ചിട്ടുള്ള എൻ്റെ ചില തിയറീസ് മാത്രമാണ്. ചിലപ്പോൾ നമ്മുടെ തോറ് ജീവിച്ചെന്നും വരാം. സോ ഇതിനൊക്കെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.